അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ആരും കമൻറ്റൊന്നും ചെയ്യാറില്ലല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം ഇൻഷാ അല്ലാ. തൻ്റെ ഉപ്പയോട് ആ ചോദ്യം ചോദിച്ച നൗഫലിൻ്റെ മുഖത്തേക്ക് നോക്കി ഫെബിന പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നിങ്ങളെ അനിയനെ സ്നേഹിക്കുന്നവരെ എൻ്റെ കല്യാണം മുടക്കാൻ നോക്കിയില്ലേ? ഞങ്ങൾ തമ്മിലുള്ള കല്യാണം അതെന്തുകൊണ്ടാ? അവർക്ക് ഞാനിവിടെ വന്നാൽ ഒന്നും നടക്കൂലല്ലോ. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂല എന്ന് കണ്ടിട്ടാവില്ലേ ആദ്യമേ പറഞ്ഞത് ഈ കല്യാണം വേണ്ടാന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കല്യാണം നടത്തിയത്? അവർക്ക് രണ്ടാക്കും ഇവിടെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്ന് അവസരം കൊടുത്തൂടെ? അതില്ലേ നല്ലത്? എന്നെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ വാക്കുകൾ കേട്ടതും അവളുടെ സംസാരത്തിലെന്തോ പന്തികേട് തോന്നിയ ഉമ്മ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, അല്ല, നീ എന്താണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ അതാർക്കും ഒന്നും മനസ്സിലായില്ല. ഈ അവിടെ ഇവിടെയും തൊഴാതൊന്നും പറയല്ലേ. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറ. ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉള്ളിലുള്ളതൊന്നും അറിയാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കിതൊന്നും ഇപ്പോൾ നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ ഇളയ മോനോടും മൂത്ത മരുമോളോടും ചോദിച്ചു നോക്ക്. അവരുടെ കള്ളക്കളികളൊക്കെ എന്താന്ന്. അതല്ലേ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഇത് ഇവളെനിക്ക് ചേരൂലെന്ന്. അവർ തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അവർ തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ. മുത്തച്ചിയുടെ വാക്കിനല്ലേ വില. അവർ പറയുന്നതല്ലേ നിങ്ങളെ പൊന്നാര മോൻ കേൾക്കുള്ളൂ. ഫെബിനയുടെ മറുപടി കേട്ടതും ഉമ്മ അത്ഭുതത്തോടെ ഉപ്പയെ നോക്കി. ഉമ്മ ഉപ്പയെ നോക്കിയല്ലാതെ ഒന്നും പറഞ്ഞില്ല. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടും ഫെബിനയ്ക്കതിനുള്ള മറുപടി കൊടുക്കാതെ ഉമ്മ ഉപ്പയെ നോക്കിയത് ആണുങ്ങൾ നിറഞ്ഞ സഭയിൽ ഇനി ഞാനെന്തെങ്കിലും പറഞ്ഞ ഉപ്പാകത് ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു. ഉമ്മ സുറുമയുടെ അടുത്തേക്ക് നടന്ന് അവളുടെ കൈ പിടിച്ച് അവൾക്കരികിലിരുന്നു. സുറുമയുടെ ഉള്ളു പിടഞ്ഞത് അറിഞ്ഞത് കൊണ്ടാവണം ഉമ്മ സുറുമിക്കരികിലേക്ക് ആശ്വാസം വെക്കാൻ ചെന്നത്. സുറുമി തലേ താഴ്ത്തി നിൽക്കുകയല്ലാതെ ആരെയും നോക്കുന്നില്ലായിരുന്നില്ല. പാവം പെണ്ണ്. ആര് പറയും എന്ത് പറയുമെന്ന് അറിയാതെ കുറച്ച് സെക്കൻഡുകൾ എല്ലാവരും അന്തം വിട്ടു നിന്നു ഇവളുടെ വാക്കുകൾ കേട്ട്. ഇവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ഷാഫി എന്ത് ചെയ്യണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നെങ്കിലും കൂടുതൽ നേരം അങ്ങനെ നിൽക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം മിണ്ടാതെ നിന്നാൽ അവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എല്ലാവരും കരുതും. ഇതുവരെ ഞാനൊരു പെങ്ങളെ സ്ഥാനത്ത് മാത്രമേ സുറുമിത്തയെ കണ്ടിട്ടുള്ളൂ. സുറുമിത്താക്ക് ഞാൻ അനിയനെ പോലെയും അല്ലാതെ ഒരു വേണ്ടാത്ത നോക്കോ വാക്കോ പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇവളത് പറയുന്നത് കേട്ടപ്പോൾ ഷാഫിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. മിണ്ടാതെ നിന്നാൽ അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവളുടെ വീട്ടുകാർ കരുതുമെന്ന് മനസ്സ് മന്ത്രിച്ചതോടെ ഷാഫി ഫെബിനയുടെ അടുത്തേക്ക് ചെന്നു. ഡേ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ നാവിട്ടലിക്കുന്നത്? നിൻ്റെ വീട്ടിലുള്ളവർ ജീവിക്കുന്നത് ഇതുപോലെയാണെങ്കിൽ ഞങ്ങളങ്ങനെയൊന്നല്ല കേട്ടോ. മറ്റുള്ളവരെന്ത് ചിന്തിച്ച് അറിയാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ മേലാൽ പിന്നെ മിണ്ടാൻ എനിക്ക് ഈ നാവുണ്ടാവില്ല. ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഷാഫി ദേഷ്യം കൊണ്ട് വിറച്ചു. നിനക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് ആരോടും പറയാൻ പറ്റൂല. അവൾ മറുപടി പറയാതെ പുച്ഛത്തോടെ തിരിഞ്ഞു നിന്നു. ഷാഫി കൂടുതൽ അവളോടൊന്നും പറയാതെ അവളുടെ ഉപ്പയെയും കൂടെ ഇരിക്കുന്ന അവളുടെ കുടുംബക്കാരെയും നോക്കി പറഞ്ഞു, ഒന്നുകിലേ നിങ്ങൾ നിങ്ങളെ മകളെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോട്ടോ, അല്ലെങ്കിൽ മകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തെ പോലെ അല്ല എല്ലാവരും. മക്കളെ വളർത്തുമ്പോഴേ കുറച്ച് അച്ചടക്കും ഒതുക്കുമൊക്കെ ആയിട്ട് വളർത്തണം. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈയിൻ്റെ ചൂടറിയും. നിങ്ങളെ മകളെ എൻ്റെ മുമ്പെന്ന് കൊണ്ടുപോയിക്കേ. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വീട്ടിലുണ്ട് ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ. ഒരൊറ്റ ആൾ പോലും ഇവൾ പറഞ്ഞൊരു 1% പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതും വീട്ടിൽ കയറി വന്ന അന്ന് തന്നെ. എന്താ നിങ്ങളെ മോളെ പഠിപ്പിച്ചിട്ടുള്ളത്? വേണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരും തന്നെ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ ഈ ദുരിതത്തിലേക്ക് നിങ്ങൾ വലിച്ചയക്കണമായിരുന്നോ? ഫെബിനയുടെ ഉപ്പയുടെ മുഖത്ത് നോക്കി ഷാഫി പറഞ്ഞു. ഇത് കണ്ട് ഫെബിന പറഞ്ഞു, കണ്ടില്ലേ, അയാളെ രഹസ്യം ഞാൻ കണ്ടെത്തിയേ.
അയാൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അയാളെ ഞങ്ങളെ രണ്ടാളും വെച്ച് ഇവിടെ കഴിയാന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ. ആ ഒരു കലിപ്പിലാ കണ്ടില്ലേ ദേഷ്യത്തിൽ നിൽക്കുന്നത്. കണ്ടില്ലേ എൻ്റെ ഉപ്പാനോട് സംസാരിക്കുന്ന രീതി. കഷ്ടം. ഫെബിനയ്ക്ക് വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ഷാഫി അവളുടെ മുഖമടിച്ചൊന്ന് കൊടുത്തു. ടേ, നീ എന്താടി കണ്ടത്? നീ പ്രായം നോക്കിയാണ് ഇതുവരെ ഇവിടെയുള്ളവരോട് സംസാരിച്ചത്. നിൻ്റെ ആൾക്കാരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയില്ലേ? അതുപോലെ തന്നെയാ എനിക്ക് എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലും പൊള്ളും. നീയും നിൻ്റെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. നീ നിൻ്റെ വീട്ടുകാരും ചെയ്യുന്ന കാര്യം മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ വായിൽ ഒറ്റ പല്ല് കാണില്ല. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഇനി ഒരക്ഷരം നീ എന്നെക്കുറിച്ചോ എൻ്റെ വീട്ടുകാരെക്കുറിച്ചോ പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ. നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കും. ഒന്ന് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറയടി. ഫെബിനയെ തല്ലാൻ ഷാഫി വീണ്ടും ഒരുങ്ങുകയാണെന്ന് തോന്നിയതും അവനെ പിടിച്ച ജ്യേഷ്ഠൻ അജ്മൽ പറഞ്ഞു. നീ ഒന്നടങ്ങ് ഷാഫി. നീ എന്തിനാപ്പോൾ അവളെ തല്ലിയത്? അവളെന്തെങ്കിലും ബുദ്ധിയില്ലാതെ പറഞ്ഞെന്ന് കരുതി ഈ എങ്ങനെ തല്ലാനായിട്ട് നിൽക്കുകയാണോ? എന്താ ഇക്കാക്ക ചെയ്യുക? ഇതൊന്നും എനിക്ക് കേട്ടിട്ട് സഹിക്കണില്ല. ഞാനും സുറുമിത്തയും എങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയില്ലേ? എൻ്റെ ഒരു മൂത്ത പെങ്ങളെ സ്ഥാനത്താണ് ഞാൻ സുറുമിത്താനെ കാണുന്നത്. ഞാൻ ചെറുതായെന്ന് ഇക്കാക്ക കല്യാണം കഴിച്ച് കൊടുന്നതല്ലേ സുറുമിത്താനെ. അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ. എൻ്റെ ഒരു ഉമ്മൻ്റെ സ്ഥാനമാണ്. അതുപോലെ സ്വന്തം മോനെപ്പോലെയാണ് ഞാൻ സുറുമിത്ത കാണുന്നത്. അവരെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവരെയും എന്നെയും എന്തൊക്കെയാണ് അവൾ പറയുന്നത്? ഇതുവരെ ആരും ചിന്തിക്കാത്ത പോലും കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്താ ചെയ്യുക? ദേഷ്യം കൊണ്ട് ഷാഫി വീണ്ടും വീണ്ടും പറഞ്ഞു. സാരില്ല ഷാഫി, ഇയൊന്ന് അടങ്ങിപ്പോൾ. എല്ലാം നോക്കിയിരിക്കുന്ന അവളുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ ഷാഫി മാറി നിന്നോട് ചോദിച്ചു. അല്ല ഷാഫി, ഇപ്പം എന്തിനാ ഓളെ തല്ലിയത്? അതും ഞങ്ങളെ മുന്നിലിട്ട്. അതിന് മാത്രം ഓൾ എന്തെങ്കിലും പറഞ്ഞോ? അതിത്ര സീരിയസ് കാര്യമാണോ? അല്ല, ഇത് പിന്നെ സീരിയസ് അല്ല. ഇത് നിങ്ങൾക്കൊക്കെ തമാശയായിരിക്കും. പക്ഷേ ഞങ്ങൾക്കിത് സീരിയസ് ആണ്. നിങ്ങളുടെ നിങ്ങളെ മോള് നല്ലപോലെ ജീവിക്കുന്ന ഞങ്ങളെ പറ്റിയൊക്കെ എന്താ പറഞ്ഞുണ്ടാക്കണത്? നിങ്ങളൊന്നും കേൾക്കണില്ലേ? ഇങ്ങനെയാണോ ഒരു കുട്ടികളെ വളർത്തൽ? നിങ്ങൾ വളർത്തിയതിൻ്റെ കോണം നല്ലോണം കാണണം കേട്ടോ നിങ്ങളെ മോളെ സ്വഭാവത്തിൽ. ഇനിയിപ്പോൾ ഓള് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവളെ തിരുത്തി എന്നോട് മാപ്പ് പറിക്കുമായിരുന്നല്ലോ. നിനക്കേ കെട്ടിച്ചു തന്നത് തല്ലാനും കൊല്ലാനും എന്നല്ല, ആ ഓർമ്മ നിനക്ക് വേണം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. വീണ്ടും അവളുടെ മൂത്താപ്പ പറഞ്ഞു. ദേഷ്യം കയറി വിറച്ചു നിൽക്കുന്ന ഷാഫി അടുത്ത് നിൽക്കുന്ന ജ്യേഷ്ഠനെ തള്ളി മാറ്റി. അവൻ എല്ലാം മറന്നുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? നിങ്ങളെ മോളെ എൻ്റെ വീട്ടിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ കയ്യും കേട്ട് നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കുടുംബത്തിലുള്ള കുട്ടികളെ മര്യാദക്ക് വളർത്താത്ത പോരായ്മ കാരണം മറ്റുള്ളവരോട് വായിൽ തുറന്നത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവളെ കൊണ്ട് മാപ്പ് പറയിച്ചാൽ എല്ലാം തീരുമോ? ഇവളെപ്പോലെയുള്ള ഇല്ലാത്തത് പറഞ്ഞ് നടക്കാനല്ല ഞങ്ങൾ ജീവിക്കുന്നത്. വേഗം അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്, അല്ലെങ്കിലേ ഞാൻ വീണ്ടും അവളെ തല്ലും. കാരണം അത്രയ്ക്കും എനിക്ക് അവളോട് ദേഷ്യമുണ്ട്. തൊലാക്ക് ചെല്ലിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിക്കാം. പെട്ടെന്ന് തന്നെ ഞങ്ങളെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാം. ഷാഫി ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞു നിർത്തി. അവളുടെ ഉപ്പ ഷാഫിയോട് വീണ്ടും പറഞ്ഞു. ഷാഫി, അവൾ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ ഇത്ര കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം അവളെ. നിങ്ങളിനി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ്? നേരിട്ട് കണ്ടില്ലേ മോളെ തനി സ്വഭാവം. എനിക്ക് നിങ്ങളെ മകളായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഫസ്റ്റത്തെ ദിവസം തന്നെ എനിക്ക് മടുത്തു. ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നരകവാതിൽ തുറന്നാണ് ഇവളെ ഞാൻ നന്നാക്കി എടുക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല. പഠിച്ചോൻ വിചാരിച്ചാലും കഴിയുമെന്ന് തോന്നുന്നില്ല. വേറെ വല്ല പ്രശ്നങ്ങളും മോൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാനത് നന്നാക്കിയെടുത്ത് റെഡിയാക്കിയിരുന്നു. പക്ഷേ അഹങ്കാരമാണ് അവൾക്ക്. അത് ശരിയാക്കാൻ എനിക്കല്ല, ഈ ദുനിയാവിൽ ആർക്കും പറ്റൂല. ഇവളെ പറയുന്നതിനനുസരിച്ച് തുള്ളാൻ കഴിയുന്ന വല്ല പെങ്കോന്തന്മാർക്കും കെട്ടിച്ചു കൊടുത്തേക്ക്. അല്ലെങ്കിൽ മകളെ ഇനി നിങ്ങളെ വേദനിപ്പിക്കും. ഈ മകളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഷാഫി അവളുടെ ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവനോട് കൂടുതൽ പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്ന് കണ്ടതും
അവർ അവളെയും കൊണ്ട് പുറത്തിറങ്ങി. വണ്ടിയിലേക്ക് കയറുമ്പോൾ ഫെബിന അവസാനമായി ഷാഫിയെ നോക്കിയ നോട്ടത്തിൽ വരാനിരിക്കുന്ന പെണ്ണിൻ്റെ യഥാർത്ഥ പക കാണാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.